അതായത് കേരളത്തിലെ ഓരോ വോട്ടർമാരും നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോൾ 11-ാം തീയതി ഒക്കെ ഉള്ള വോട്ടല്ലേ. ഇപ്പോൾ നാളെ വോട്ടിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഓരോ സുന്നി പ്രവർത്തകരും വളരെയധികം ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. ഇപ്പം മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവരെ കുടുംബ പാരമ്പര്യം ഇപ്പം നമ്മൾ കണ്ടു. ഇതുപോലുള്ള മുജാഹിദ് ആശയം പേറുന്ന വ്യക്തികളാണ് മറ്റുള്ള പള്ളിയുടെ ഖാദികൾ. അവരെ ആശയങ്ങളാണ് മൗദൂദിസത്തിൻ്റെ നിറകുടങ്ങളായിട്ട് ഇപ്പം നമ്മളെ പള്ളികൾക്കൊക്കെ കയറി വരിക എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നാളത്തെ വോട്ടും 11-ാം തീയതി ചെയ്യാൻ പോകുന്ന വോട്ടുകളും. സുന്നികൾ ജാഗ്രത പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പട്ടാണിപ്പള്ളി, മുഹീദ്ദീൻ പള്ളി, അങ്ങനെ ഒട്ടനവധി പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ, കോഴിക്കോടിൻ്റെ മർമ്മഭാഗത്തുള്ള പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ, ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ നമുക്ക് ഒരുപാട് പള്ളികൾ നഷ്ടപ്പെടും. ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെ കയറി നിരങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണും ചെയ്യും. അതുകൊണ്ട് നാളെ ചെയ്യാൻ പോകുന്ന വോട്ട്, അല്ലെങ്കിൽ 11-ാം തീയതി ചെയ്യാൻ പോകുന്ന വോട്ട് ചിന്തിച്ചിട്ട് ജനാധിപത്യ അവകാശം വിനിയോഗിക്കേണ്ട നേർമാർഗങ്ങളുണ്ട്, ആ നേർമാർഗത്തിൽ ഉപയോഗിക്കണം. ഇതുപോലുള്ള തിട്ടൂരങ്ങൾക്കും ഇതുപോലുള്ള പൈശാചികമായിട്ടുള്ള പരിപാടികൾക്കും വേണ്ടിയിട്ട് നമ്മളെ വോട്ട് വിനിയോഗിക്കരുത്. വികസനം വരും. വികസനം ഇപ്പോൾ മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും വികസനം വരും. കേരളത്തിലെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തവാകാശമൊന്നും മുസ്ലിം ലീഗിന് ഏറ്റി കൊടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആര് ഭരിച്ചാലും ചോദിക്കേണ്ടത് ചോദിച്ച് വാങ്ങാൻ പറ്റിയ പണ്ഡിതന്മാർ തലപ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള ആൾക്കാർ നമ്മളെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വികസനം കൊണ്ടുവരാൻ നമ്മളെ പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്. എ പി ഉസ്താദിനെ പോലത്തെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയപ്പോൾ സുന്നികൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസങ്ങളും മറ്റേ മതഭൗതിക വിദ്യാഭ്യാസം എല്ലാവിധ ലെവലിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നോളജ് സിറ്റി. അത് ഒരു ഗവൺമെൻറ് കൊടുക്കുന്നതല്ല, അതൊരു പണ്ഡിതൻ്റെ ചിന്താഗതിയാണ്. ആ പണ്ഡിതൻ്റെ ദീർഘവീക്ഷണമാണ്. ആ വീക്ഷണം മതി നമുക്ക് സുന്നികൾക്ക് പിടിച്ചു നിൽക്കാൻ. അല്ല ഇവരെ ഒരു നേതാക്കന്മാരില്ലെങ്കിലും നമുക്ക് ചെല്ലേണ്ടത് ചെന്നിട്ട് പ്രധാനമന്ത്രിനോടാലും ശരി മറ്റേ മുഖ്യമന്ത്രിനോടാലും ശരി നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു MLA ഒരു MP ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ സുന്നികളൊന്നും ചിന്തിക്കുക, ഇതുപോലത്തെ വഹാബിസം മൗദൂദിസം പേര് നടക്കുന്ന ഒരു MP മാരും ഒരു ജനപ്രതിനിധികളും നമുക്ക് വേണ്ടാന്ന് ഈ 11-ാം തീയതിയും നാളത്തെ വോട്ടെടുപ്പ് നടക്കുന്ന നാളത്തെ ദിവസവും സുന്നികൾ, ഇനി സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ആയിക്കോട്ടെ, ദക്ഷിണ കേരളൻ്റെ ആയിക്കോട്ടെ, സംസ്ഥാന കേരളൻ്റെ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സുന്നികൾ ഒന്ന് കണ്ടറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ വലിയ സ്ഥാനങ്ങളും വലിയ വലിയ മറ്റേ വിദ്യാഭ്യാസ അല്ലെ ദീനി പ്രബോധന രംഗത്ത് ഉയർന്നു നിൽക്കുന്ന സമുച്ചയങ്ങളും നമുക്ക് നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്തണ്ടെന്നുണ്ടെങ്കിൽ ഈ മൗദൂദി കൂട്ടുകെട്ടിനെ പൊളിച്ചടക്കിയിട്ട് ഈ തദ്ദേശ സ്വയംഭരണ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടത് മർമ്മത്ത് കൊടുത്തിട്ട് ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ സുന്നികൾ തയ്യാറായിരിക്കണം. വെറുതെ തെരുവിലിറങ്ങിയിട്ട് മറ്റേ സിന്ദാബാദ് വിളിച്ചിട്ടും കാര്യമില്ല. കുത്തേണ്ട രൂപത്തിൽ കുത്തണം. അത് ഇപ്പോഴാണ് കുത്തേണ്ടത്. ഇതുപോലുള്ള മൗദൂദിസം തലക്ക് പേര് നടക്കുന്ന തങ്ങന്മാരായാലും ശരി മൗല്യന്മാരായാലും ശരി അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ നമ്മൾ തയ്യാറാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും.